കുട്ടികളെ നമസ്കാരം. ഉറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി അവർകൾ അദ്ദേഹത്തിൻ്റെ കൃതിയായ ബാലോപദേശത്തിൽ ഖണ്ഡം 1 67 ശ്ലോകം, അതുപോലെ ഖണ്ഡം 2 37 ശ്ലോകങ്ങൾ, അതിൽ വിദ്യ എന്താണെന്നും കുട്ടിക്കാലത്ത് തന്നെ അത് പഠിക്കേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത്, അതേപോലെ തന്നെ എന്ത് ചെയ്യരുത്, എന്ത് പറയരുത്, എന്ത് പ്രവർത്തിക്കരുത് എന്നുള്ള കാര്യവും അദ്ദേഹം വളരെ അധികം വിസ്തരിച്ച് പറഞ്ഞിട്ട് അവസാനം ഈ ഖണ്ഡം 2 38 ശ്ലോകത്തിൽ ഇത് അദ്ദേഹം ഉപസംഹരിക്കുകയാണ്. ഒരു ശ്ലോകത്തിൽ 38 ശ്ലോകത്തിൽ അദ്ദേഹം ഒരു വല്ലിയാക്കിയിട്ടാണ് ഈ വിദ്യയെ ഉൽപ്രേക്ഷിച്ചിട്ടുള്ളത്. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി, ലത എന്നർത്ഥം. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. വിദ്യാവല്ലിക്കു ബീജം ഗുരുതര ഗുരുശുശ്രൂഷണം, യോഗ്യമായോരുദ്യാനം വിപ്രവംശം, പടരുമൊരുമരം ധീരനം പുരുഷേന്ദ്രൻ, ഉദ്യോഗം ദോഹളം നൽക്ഷമയതു സലിലം, കീർത്തിപുഷ്പം ഫലം താനുദ്ദേശിക്കുന്നതെല്ലാം, വിനയമിഹ നികാമോ അല്ലസൽപ്പല്ലവൗഘം. ഇത് വിദ്യാവല്ലിക്ക് ബീജം ഗുരുതര ഗുരുശുശ്രൂഷണം ആണ്. യോഗ്യമായ ഉദ്യാനം വിപ്രവംശം ആണ്. ധീരനാം പുരുഷേന്ദ്രൻ ആണ് പടരുമൊരു പരം. ഉദ്യോഗം ദോഹളമാണ്. നൽക്ഷമ അത് സലിലമാണ്. കീർത്തി പുഷ്പമാണ്. താൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഇതിൻ്റെ ഫലമാണ്. ഇഹ വിനയം നികാമം ഉല്ലസൽ പല്ലവൗഘം ആണ് എന്നാണ് ഇതിൻ്റെ അന്വയം വരിക. വിദ്യ എന്നുള്ള അറിവാണല്ലോ, അതിനെ ഒരു വല്ലിയായിട്ട്, ലതയായിട്ട്, വള്ളിയായിട്ട് ഉൽപ്രേക്ഷിച്ചിരിക്കുകയാണ് കവി. അതാണ് വിദ്യയാകുന്ന വില്ലി. അതിന് ബീജം, വിത്ത് അല്ലെങ്കിൽ കാരണം, അത് എന്താണ്? ഏത് സംഗതിയായാലും അത് മുളയ്ക്കുകയാണെന്ന് വെച്ചാൽ അതിനൊരു വിത്ത് ഉണ്ടാവണം, നല്ല മുളച്ചു വരുള്ളൂ. ഇവിടെ ഈ വിദ്യ ആകുന്ന വല്ലിയുടെ വിത്ത് ഗുരുതരമായ ഗുരുശുശ്രൂഷണം ആണ്. ഗുരുതരം ആയത് എന്ന് പറഞ്ഞാൽ ലഘുവല്ല, ലഘുവായ പോരാ, ബലവത്തായിട്ട് അതിനിഷ്കർഷയായിട്ടുള്ള ശുശ്രൂഷ, ഗുരുശുശ്രൂഷ, ഗുരുവിനെ പരിചരിക്കുക എന്നർത്ഥം. അതായത് വിദ്യ മുളയ്ക്കുന്നത് ഈ ഗുരുശുശ്രൂഷ കൊണ്ടാണ്. ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് ഗുരുവിൽ നിന്ന് നമുക്ക് ഈ വിദ്യ കിട്ടുന്നത് എന്നർത്ഥം. ഇനി ഈ വല്ലിക്ക് എല്ലാ ദിക്കിലും നിന്നും പടരില്ല. അത് അതിന് പറ്റിയുള്ള യോഗ്യമായ യുക്തമായ സ്ഥലം വേണം. അതാണ് ഉദ്യാനം. ഉദ്യാനം എന്നാൽ ഉത്സാഹത്തോടുകൂടി പോകുന്ന ഇടാണ് ഉദ്യാനം. അപ്പോൾ അത് വിപ്രവംശം ആണ് എന്നാണ് കവി പറയണത്. അതായത് ബ്രാഹ്മണന്മാരുടെ വംശമാണ്. പഴയകാലത്ത് അധ്യയനം എന്ന് ചെയ്തിരുന്ന ആൾക്കാരാണ് ബ്രാഹ്മണൻ. അവർ ബ്രഹ്മത്തെ അറിയുന്ന ആൾക്കാർ. ഇത് വീണ്ടും പറയാണ്, ജന്മം കൊണ്ട് കിട്ടുന്നതല്ല, കർമ്മം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ബ്രഹ്മത്തെ അറിയുന്ന നല്ല അറിവുള്ള ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അവരാണ് ഇതിന് യോഗ്യമായിട്ടുള്ള ആൾക്കാർ എന്നർത്ഥം. അപ്പോൾ അത്രയും ധരിച്ചാൽ മതി. ഈ വിദ്യാവല്ലി അറിവുള്ള ദിക്കിലാണ്
വളരൂ. അതാണ് ഏറ്റവും യുക്തമായ ഉചിതമായത് സ്ഥലം എന്നർത്ഥം. പിന്നെ ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിന് പടരാൻ ഒരു മരം, എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം. അത് പടരുവാനുള്ള മരം ആണ് ധീരനായ പുരുഷേന്ദ്രൻ. ധീരൻ എന്നാൽ ബുദ്ധിയെ ദാനം ചെയ്യുന്നവനാണ്, അതായത് വിദ്വാൻ. അവിടെ പടർന്നു പന്തലിക്കാൻ ആണ് വിദ്യാവല്ലിക്ക് ഇഷ്ടം, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നർത്ഥം. പിന്നെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഉത്സാഹം, പ്രത്യേക താല്പര്യം, അത് ദോഹളം ആണ്. കൂമ്പ്, മുള ഒക്കെ വല്ലിക്ക് കൂമ്പ് മുള പൊട്ടിയാലേ അതിങ്ങനെ പൊടിച്ച് വളരുള്ളൂ. പിന്നെ നൽക്ഷമ, അത് സലിലം, നല്ല ക്ഷമ വേണം. അതിന് കൊടുക്കുന്ന ജലമാണ് ക്ഷമ. ക്ഷമയില്ലെങ്കിൽ ഒന്നും കഴിയില്ല. ഇന്ന് കുഴിച്ചിട്ട് നാളെ മുളക് പൊടിച്ചു വന്നില്ലെങ്കിൽ അച്ഛൻ്റെ കൊങ്ങണം കത്തിയുണ്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത് കഥയിലൊക്കെ നടക്കും. ഇവിടെ ക്ഷമയാകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് ഇത് വളരും. വളർന്നാൽ എന്താ ഉണ്ടാവുക? കീർത്തി പുഷ്പമാണ്. അതിൽ ഈ വിദ്യ ഉള്ള ആൾക്ക് കീർത്തി ഉണ്ടാവും. അത് ആ വല്ലിയുടെ പുഷ്പമാണ്. അതിങ്ങനെ പുഷ്പമായ പ്രകാശിക്കുകയും ചെയ്യും, അതിന് നല്ല മണം ഉണ്ടാവും. അപ്പം അതിങ്ങനെ നാട് മുഴുവനെ പരക്കും എന്നർത്ഥം. അത് കീർത്തി പുഷ്പം. സൽപ്പേരാണ് ആ വിദ്യയുടെ പൂവ് എന്നർത്ഥം. ഇപ്പോൾ നടുമുറ്റത്ത് മുല്ലുണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മളെ ശ്രദ്ധിക്കപ്പോഴാണ് അതിൽ മുല്ല പൂവുണ്ടായാൽ അതിൻ്റെ മണം പരക്കുമ്പോഴാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ അതിന് പറ്റില്ല എന്നർത്ഥം. പിന്നെ ഫലം, താൻ ഉദ്ദേശിക്കുന്നത്, അവനവൻ വിചാരിക്കുന്നതൊക്കെ ഫലിക്കും. ഫലിക്കണം വെച്ചാൽ വിദ്യ വേണമെന്നർത്ഥം. അതില്ലേ കൽപ്പവല്ലിത്തൈമേൽ നിനച്ചതു കാച്ച പോലെ എന്ന് ചന്ദ്രോത്സവത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൽപ്പവല്ലി, കൽപ്പവൃക്ഷം, അതിൽ എന്താ വിചാരിച്ചു വെച്ചാൽ അതുണ്ടാവും. അതുപോലെയാണ് വിദ്യയാകുന്ന വല്ലിയിൽ കൊണ്ട് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങളൊക്കെ അതിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. പിന്നെ വിനയം, നമ്രത, അത് ഈ വല്ലിയിലെ നികാമം എന്നാൽ വർദ്ധിച്ച, ഏറ്റവും അധികമുള്ള അർത്ഥം. ധാരാളം ഉണ്ട്. ഇനിയും അത് മാത്രമല്ല ഉല്ലസത്, ഉല്ലസിക്കുന്നത്, പ്രകാശിക്കുന്നതാണ് അർത്ഥം. എന്ത്? പല്ലവൗഘം, അതിൽ ഇളം തളിരുകൾ, ഇലകളുടെ ഔഘം എന്ന് പറഞ്ഞാൽ കൂട്ടം, ഓഘം എന്ന് പറഞ്ഞാലും കൂട്ടം തന്നെയാണ്. പല്ലവൗഘം, പല്ലവങ്ങളുടെ കൂട്ടം. ഈ വല്ലിക്ക് ഈ ധാരാളം ഇലകളുണ്ട്, അത് വിനയം ആണ്. വിനയം ഉണ്ടെങ്കിലാണ് വിദ്യ ഉള്ള ആൾക്ക് ശോഭിക്കാൻ പറ്റുള്ളൂ. കാരണം അഹങ്കാരിയായുള്ള ആൾക്ക് വിദ്യ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. കാരണം വിനയല്ലേ വിചാരിക്കുക, ഇലയില്ലാത്ത വല്ലി പോലെയാവും. ഇലയില്ലെങ്കിൽ അതിന് വേണ്ടത്ര ഭക്ഷണമോ വളർച്ചയോ ഒന്നും ഉണ്ടാവില്ല. അത് ഉണങ്ങി ആ വല്ലിനെ കേടുവന്ന് പോകും. അപ്പോൾ നല്ല വിദ്യ ഉണ്ടാവാൻ വേണ്ട പശ്ചാത്തലം വിസ്തരിക്കലാണ് കവി ഇതിൽ ചെയ്തിരിക്കുന്നത്. വിദ്യ സമ്പാദിക്കലാണ് മുഖ്യ ലക്ഷ്യം. പിന്നെ അത് നിലനിർത്താനും വേണ്ട വിവരങ്ങൾ ഇതിൽ പറഞ്ഞത് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിനെ പറ്റി. നമുക്ക് ഇത് ഒന്നുകൂടി ചൊല്ലി നോക്കാം. വിദ്യാവല്ലിക്കു ബീജം ഗുരുതര ഗുരുശുശ്രൂഷണം, യോഗ്യമായോരുദ്യാനം വിപ്രവംശം, പടരുമൊരു മരം ധീരനം പുരുഷേന്ദ്രൻ, ഉദ്യോഗം ദോഹളം നൽക്ഷമയതു സലിലം, കീർത്തിപുഷ്പം ഫലം താൻ ഉദ്ദേശിക്കുന്നതെല്ലാം, വിനയമിഹ നികാമോല്ലസൽപ്പല്ലവൗഘം. ബാലോപദേശത്തിലെ ഖണ്ഡം 2 ഇതോടുകൂടി സമാപ്തമായി.
ഈ ശ്ലോകത്തിൻ്റെ വൃത്തം സൃഗ്ധരയാണ്. 7 ഖണ്ഡം മരഭന യം സൃഗ്ധരാവൃത്തമാവും എന്നാണ് ഇതിൻ്റെ ലക്ഷണം. ഇതിൽ ദ്വിതീയാക്ഷരപ്രാസത്തിന് പുറമെ കലാശപ്രാസവുമുണ്ട്. ഉല്ലസൽ പല്ലവൗഘം അല്ല ല എന്നുള്ളത് ഇതിൽ ഇരട്ടിച്ച് വന്ന് 2 തവണ ഉപയോഗിച്ച് കാണാം. അതുപോലെ പൂർവാർത്ഥത്തിലും ധീരനമ്പൂരുഷേന്ദ്രൻ, ഇത് ഉണ്ടായാൽ ശബ്ദസുഖമുണ്ട്, അപ്പോൾ ചൊല്ലാനും ഭംഗി കൂടും. അപ്പോൾ അർത്ഥം അധീയമം, അതിൻ്റെ കൂട്ടത്തിൽ ഈ ശബ്ദഭംഗിയും വളരെ മനസ്സിരുത്തി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ബാക്കി പിന്നത്തെ ശ്ലോകങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.